ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ബോനസ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കിലേക്കാണ്. അവിടെ ആക്ച്വലി രണ്ട് പാർക്കുണ്ട്. ഒരു റിവറിൻ്റെ രണ്ട് സൈഡിലായിട്ട്, അതായത് ഒരു സൈഡ് ബോനസ് പാർക്കും പറയും, ഒരു സൈഡ് ബേക്കർ പാർക്ക് എന്ന് പറയും. ഒരുപാട് പ്രാവശ്യം നമ്മളവിടെ പോയിട്ടുണ്ട്. എല്ലാ സീസണുകളിലും നമ്മൾ പോയിരിക്കുന്ന ഒരു സെയിം പാർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി പലതും നമ്മൾ പല സീസണിൽ പല സ്ഥലങ്ങളിൽ പോവാതിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സീസണിലും നമ്മൾ പോകുന്ന സെയിം ഒരു പാർക്ക്, ഒരു ലൊക്കേഷനാണ് ബോനസ് പാർക്ക് അല്ലെങ്കിൽ ബേക്കർ പാർക്ക്. ഇതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമുക്ക് ഫോൾ സീസണാണ്. ഫോൾ സീസണിൽ നമുക്ക് ഫുൾ അവിടെ എല്ലാ കളറുകളും, മഞ്ഞ, ഓറഞ്ച്, റെഡ്, പിന്നെ ഗ്രീനും ഉണ്ട്, എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ അത്രയും ഭംഗിയാട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന വീഡിയോൻ്റെയും ഫോട്ടോൻ്റെയും കുറച്ച് വൃത്തികേടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതൊഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കാണാനായിട്ട് ശരിക്കും നമ്മുടെ കണ്ണിന് കുളിർമ കിട്ടുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല കളർഫുള്ളാണ് ശരിക്കും അവിടുത്തെ ട്രീസും. നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഏതോ ഒരു ഡ്രീം വേൾഡിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഏരിയ അല്ലാണ്ട് കുറച്ചുകൂടി നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു കഴിയുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും എല്ലാ മരങ്ങളും ശരിക്കും ഈ ഒരു കളറാണ്. ശരിക്കും ഒരു മഞ്ഞ, പച്ച, റെഡ് എല്ലാം കൂടി ചെടികൾക്കാണെങ്കിലും പല പല കളർ കാണുന്ന പോലെ നല്ല ഭംഗിയുണ്ട്. ആൻഡ് നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് ചെറിയൊരു തണുപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ എന്നാൽ പോലും വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് ഫോട്ടോസിലാണെങ്കിലും വീഡിയോസാണെങ്കിലും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടോ. അതും കൂട്ടി തന്നെ പിന്നെ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും കുറച്ച് ഓടി ഒന്ന് തിമിർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവനെ നമ്മൾ ഓടാൻ വിട്ടു. ഏബിലൂട്ടനെ കുറച്ച് നേരം നമ്മൾ സ്ട്രോളറിലിരുത്തി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നടക്കാനൊക്കെ വിട്ടു. അങ്ങനെയായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ അവിടേക്ക് നേരെ നടന്നത് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏബിൾ ജനിച്ചതിന് ശേഷം ഏബിളിൻ്റെ ഫസ്റ്റ് ഫോളല്ല, സെക്കൻഡ് ഫോളാണ്. പക്ഷേ നമുക്ക് ഏബിൾ കുറച്ചൊന്ന് വലുതായതിന് ശേഷമുള്ള ഫസ്റ്റ് ഫോൾ സീസണാണ്. നമ്മൾ കഴിഞ്ഞ വർഷം അങ്ങനെ വലിയ പുറത്തൊന്നും പോയി ഒരുപാട് ഫോട്ടോസ് എടുക്കാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവൻ ഈ നടന്നൊക്കെ തുടങ്ങി കുറച്ചുകൂടിയും ഇച്ചിരി ബിഗ്ഗായി, അവന് കളിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്ത് ആദവും ഏബിളും തമ്മിലുള്ള ഒന്നിച്ചുള്ളൊരു ഫോട്ടോസൊന്നുമില്ല, പിന്നെ നമുക്കും കുറച്ച് ഫോട്ടോസ് എടുക്കാം അതിൻ്റെ ഒപ്പം. അതായിരുന്നു മെയിൻ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് വെയിലുള്ളത് നോക്കി ഇറങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തണുപ്പും ഭയങ്കര മൂടി നിൽക്കുന്ന ദിവസമാണെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ടിരിക്കും. അപ്പോൾ അതിനകത്ത് എഡിറ്റിംഗ് വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് വലിയ പിടുത്തമൊന്നുമില്ല. എന്നാൽ പോലും കുറച്ചുകൂടി ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും ഓർത്തിട്ടാണ് നമ്മൾ കുറച്ച് വെയിലുള്ള ദിവസം നോക്കി ഇറങ്ങിയത്. അതാകുമ്പോൾ നമ്മുടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുത്ത് മരവിച്ച് നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരിക്കില്ല. ഒരു വെയിലൊരു സൈഡിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു തണുപ്പ് ഉണ്ടെങ്കിൽ പോലും ഒരു സുഖമുള്ളൊരു തണുപ്പായിരിക്കും വെയിൽ വരുന്നതുകൊണ്ട്. എന്നാലും തണുപ്പായിരുന്നു കേട്ടോ, നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ മമ്മിക്ക് നല്ലതായിട്ട് തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോകുന്ന ഏരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ള നൂലാമാല സെറ്റപ്പുകളാണ് ആദമിൻ്റെ കയ്യിലിരിക്കുന്ന ആ നീല സാധനം. അത് നമ്മുടെ ബബിളിൻ്റെ ബോട്ടിലാട്ടോ. നമ്മൾ ഡോളറാമിൽ നിന്ന് മേടിച്ചതാണ്. $1.5 എന്തോ ആയിട്ടുള്ളൂ. കുറേ നാളായി സാധനം മേടിച്ചിട്ട് ഫോട്ടോഷൂട്ട് നടത്തണം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവസരം കിട്ടി എല്ലാം കൂടെ ജോലിയും തിരക്കും എല്ലാം കൂടെ നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് പിന്നെ ഒരു അവസരം കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇത്തിരി കളറൊക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ട്, എന്നാൽ പോലും എല്ലാം ഭംഗിയായിട്ട് വന്നു. വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങളുടെ ലീലാവിലാസങ്ങളുണ്ടായിരുന്നു. ഞാനും മമ്മി കരിയിൽ വാരി എറിയുന്നു, അതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നു, കുറച്ച് വേഷം കെട്ടുകളൊക്കെ കാണിക്കുന്നു. അതൊക്കെ പിന്നെ വേറെ ഒരു സൈഡിൽ കൂടെ പോയി. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പണിയെ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏബലിനെ ആദ്യം താഴെ ഇരുത്തി കഴിഞ്ഞ് നമ്മൾ ഒരാൾ ഏബലിനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും പെട്ടെന്ന് നമ്മൾ ക്യാമറ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കരിയിലൊക്കെ സെറ്റ് ചെയ്ത സമയത്ത് ഏബൽ നൈസായിട്ടൊരു കരിയിൽ കൊണ്ട് വയലിട്ട് കടിച്ച് തിന്നു. അത് ഇറക്കിയില്ല തോന്നുന്നു, പകുതി വെച്ചിട്ട് അത് ഇതായിപ്പോയി. പിന്നെ പുള്ളി ഓക്കാനിച്ച് തുടങ്ങിയെങ്കിലും അതിങ്ങോട്ട് വരുന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളിലേക്കും പോകുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് ഞങ്ങളൊന്ന് പേടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പയ്യെ കമത്തി ഒന്ന് പുറക്കെ കൊട്ടി ഒന്ന് കൊടുത്തു കഴിഞ്ഞപ്പം കുടിച്ച പാലും തിന്നതും എല്ലാം കൂടി അങ്ങ് ഛർദ്ദിച്ചിങ്ങോട്ട് പോകുന്നു. അതിനകത്ത് ആ കരിയിലയും കൂടി പോകുന്നു. കരിയിലായിരുന്നു കോലാണോ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ എന്തോ ഒരു സാധനം പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഉഷാറായി. അത്രയും നേരം ചുമച്ച് എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് സെറ്റ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ പിന്നെ കുറച്ച് കൊമ്പത്തൊക്കെ കയറി, ആദവും ഞാനും കൂടെ മരത്തിൻ്റെ കൊമ്പത്ത് കയറി അവിടെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു. കുറച്ച് അടവുകളും വേഷംകെട്ടുകളൊക്കെ അവിടെ കാണിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏബിലൂട്ടനാണെന്നുണ്ടെങ്കിൽ വെച്ചിരുന്ന തൊപ്പിയൊക്കെ ഊരി കളഞ്ഞു. തൊപ്പി വെക്കാനുള്ള തണുപ്പുണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്, എന്നാൽ പോലും വലിയ കാര്യമുള്ള തണുപ്പല്ല. അതുകൊണ്ട് തൊപ്പിയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ തൊപ്പി പോയി കഴിയുമ്പോൾ പുള്ളിക്ക് പുതിയൊരു ലീലാവിലാസമായിരുന്നു ഈ ഹുഡിയുടെ ഇത് വെച്ചിട്ട് ഒളിച്ച് കളിക്കുക. എന്ന് പിന്നെ ഓക്കെ എന്ന് പറഞ്ഞാൽ കാണുന്നവരോട് പോകുന്നവരോടൊക്കെ ഹലോ ഹായ് ബ്ലബ്ലബ്ലബ്ലൊക്കെ പറയുന്നുണ്ടായിരുന്നു ടേബിൾ.
പോകുന്നവർക്കാണെങ്കിലും രസമായിരുന്നു. ഏബിളിനോട് എല്ലാവരും പോകുന്ന ചേച്ചിമാരൊക്കെ ഹായ് പറഞ്ഞു വിശേഷമൊക്കെ ചോദിച്ച് പോകുന്നുണ്ടായിരുന്നു. ആദം പിന്നെ ഓൾറെഡി ഇച്ചിരി മൂഡ് ഓഫിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദമിൻ്റെ കയ്യിലിരുന്ന ബബിൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ബബിളിൽ വലിയ ഫോട്ടോസൊന്നും കിട്ടിയില്ല. സാധനം മൊത്തം കമന്നു പോയി. ആദ്യം നമ്മളൊരു കുറച്ച് 2-3 ഫോട്ടോസ് എടുക്കാൻ ട്രൈ ചെയ്തു. പക്ഷേ അതിനകത്ത് ബബിളൊന്നും ക്ലിയർ ആയില്ല. കാരണം ഊതി ബബിൾ പറന്ന് കാറ്റ് വെച്ച് വേറെ ഏതോ ഡയറക്ഷനിലേക്ക് പോകും. നമ്മൾ ഫോട്ടോ എടുത്ത് വരുമ്പോഴേക്കും ഏതോ ബബിളിൻ്റെ വഴിക്ക് പോകും. അതായിരുന്നു അന്ന് നടന്നിരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബബിൾ വെച്ച് വലിയ എഫക്റ്റീവ് ഒന്നും ആയിരുന്നില്ല, നമുക്ക് കിട്ടിയില്ല. പക്ഷേ ബബിൾ മൊത്തം ഊതി കളിച്ച് പിന്നെ ആദംകുട്ടൻ അത് അടയ്ക്കാനോ ചെരിക്കാനോ എന്തോ നോക്കിയതാണ്. അപ്പോൾ അത് ബബിൾ മൊത്തം കമിഴ്ന്ന് പോയി. പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ പോയതാണ്, നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ പോയതിൻ്റെ വിഷമം അവന് തന്നെയായിരുന്നു വിഷമം. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഓടാൻ വിട്ടപ്പോഴൊക്കെ സെറ്റായി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് പോകാമെന്ന് ഓർത്തിട്ട് വന്ന് ഇവിടെ നോക്കിയപ്പോൾ വീണ്ടും കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നു. എന്നാൽ കുറച്ചുകൂടി ഫോട്ടോസ് ഇവിടെ എടുക്കാം, നമുക്ക് അവരെ കളിപ്പിക്കാമെന്ന് ഓർത്താൽ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആദവും ഡൊമിനിക്കും കൂടി അവിടെ കുറച്ച് കലാപരിപാടികളായിരുന്നു. അതാണ് നിങ്ങൾ കാണുന്ന കലാപരിപാടികൾ ഇത്രയേ ഉള്ളൂ. ആദ്യം ഏബലും ആദവും കൂടി ഓടിക്കളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദത്തിന് തലകുത്തി മറയണമെന്ന് പറഞ്ഞു. തലകുത്തി മറയാനായിട്ട് സ്വന്തമായിട്ട് തലകുത്തി മറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഡൊമിനിക്ക് തലകുത്തി മറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങളായിരുന്നു പിന്നെയുള്ളത്. വലിച്ച് പുല്ലിക്കോടെ കൊണ്ടുപോയി മൊത്തം സെറ്റാക്കി. അതിന് വളരെ സന്തോഷമായി. തിന്നതും കുടിച്ചതും ഒക്കെ തേച്ചു. അപ്പോഴേക്കും പിന്നെ വിശന്നു തുടങ്ങി, ദാഹിച്ചു തുടങ്ങി. ഞങ്ങൾ പിന്നെ നേരെ വണ്ടിയിലോട്ട് വിട്ടു. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടി. കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തു. എന്നാലും ഇപ്പോൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്തപ്പോൾ വീണ്ടും കളർ കൂടിയതുപോലെ എനിക്ക് തോന്നി. എന്നാലും അല്ലാതെ ഫോട്ടോസ് ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ എന്താണെങ്കിലും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഇതൊക്കെയായിരുന്നു. ഞങ്ങൾ നേരെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോയി. അവരുടെ ഓടിക്കളിയും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് ഏകദേശം നല്ല ടയേർഡായിട്ടോ. കാരണം ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ആയിരുന്നു വന്നിട്ട്. മൊത്തം നടന്ന് നമ്മൾ ബേക്കർ സൈഡിലോട്ട് പോയില്ല, ബേക്കർ പാർക്കിൻ്റെ സൈഡിലോട്ട് പോയില്ല. നമ്മൾ ബോനസ് സൈഡ് തന്നെയാണ് നിന്നിരുന്നത്. എന്നാൽ പോലും അത്യാവശ്യം നടക്കാനും കാണാനും പിന്നെ അവിടെ എന്തോ ഒരു സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഭയങ്കര ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു സൈഡിനകത്ത്. അപ്പോൾ നമ്മൾ പറയായിരുന്നു ഇനി അവരുടെ നാട്ടിൽ വല്ല സെലിബ്രിറ്റി ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. കാരണം വലിയ വലിയ ലെൻസുകളും അടിപൊളി ക്യാമറകളും ഒരുപാട് പേര് അപ്പുറത്തും ഒക്കെ ചുറ്റും നിന്നും ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു ഇനി അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇടയ്ക്കൊരു സ്നാക്സൊക്കെ മേടിച്ച് കഴിച്ച് ഒരു കോഫിയൊക്കെ മേടിച്ച് നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇതുപോലെ ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ കുറച്ച് കളർഫുള്ളായിട്ട് കാണണം എന്നുള്ളവർ നേരെ ബോനസിലോട്ട് വിട്ടോ. ഇപ്പോഴും അവിടെ നല്ല ഭംഗിയുണ്ട്. ഇന്നത്തെ ദിവസമൊക്കെ കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.